അയാൾ അങ്ങനെ ചന്ദ്രശേഖരൻ്റെ ആ ഗുണ്ട ആ ഒരു സ്ഥലത്ത് അമൃതേടത്തിനെ കൊന്നിട്ടിരുന്ന ആ ഒരു സ്ഥലം മൊത്തം അരിച്ച് പൊറുക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ആ ബോഡി കാണുന്നില്ല. ആ വിവരം നേരെ ചന്ദ്രശേഖരനെ അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഫോൺ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, അല്ല നീ ആ പെട്ടെന്ന് തന്നെ ആ ബോഡി അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുണ്ട അയാളോട് പറയുന്നുണ്ട്, അത് ബോഡി ഇവിടെ കാണുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല ബോഡി ഇവിടെ പോയി, ബോഡി അവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ മൊത്തത്തിൽ അരിച്ചു പൊറുക്കി സാർ, പക്ഷേ ഇവിടെ ബോഡി തന്നെ കാണുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇന്നലെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്, മരിച്ചു എന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പിന്നെ ബോഡി എങ്ങോട്ട് പോകാനാണ് എന്നുള്ള കാര്യമൊക്കെ ഈ ചന്ദ്രശേഖരൻ ഇയാളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, സാർ എനിക്കൊരു സംശയം, ഇനി ആ ബോഡി എങ്ങാനും നേരം വെളുത്ത് ആരെങ്കിലുമൊക്കെ കണ്ട് എടുത്തതാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബോഡി അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടൂലേ, ആളുകൾ ഉണ്ടാവില്ല അവിടെ, ഇപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ആ ബോഡി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, നീ അവിടെ മൊത്തത്തിലൊന്ന് അരിച്ചു പൊറുക്ക് എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ച് അതിന് ചുറ്റുമുള്ള കാടിലും എല്ലാം അവിടെ പുല്ലിൻ്റെ ഇടയിലും എല്ലാ ഭാഗത്തും അങ്ങ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ സാറിനോട് പറയുന്നുണ്ട്, ബോഡി അവിടെ നിന്ന് കാണുന്നില്ല എന്നാണ് അവന് പറയുന്നത്, പക്ഷേ ഇന്നലെ ഞാൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, പിന്നെ ബോഡി എന്തായോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അത് വലിയ പ്രശ്നം തന്നെയാണല്ലോ, ബോഡി കാണാത്തത് ഒരു വലിയ ഇഷ്യൂ ആയി മാറും, ആ ബോഡി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് സാറേയും കൂടി അങ്ങ് പറയണം. അപ്പോൾ ഇയാളാണെങ്കിൽ ഈ ഗുണ്ട അവിടെ മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സൈഡിൽ കാടുകളും പുല്ലും എല്ലാം തപ്പി നോക്കുകയാണ്. ആ ഒരു സമയത്ത് അയാളങ്ങനെ അവിടെ തിരയുന്ന സമയത്തുണ്ടാകും രണ്ട് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് അങ്ങ് വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ആൾ വേഗം തന്നെ ആ പുല്ലിനിടയിൽ അങ്ങ് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അഥവാ എങ്ങാനും പിടിക്കപ്പെട്ടാലേ ആകെ പണി പാളും എന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് തന്നെ അവിടെ അങ്ങ് ഒളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ അത് ACP ആ സംഘമായിരിക്കും. അപ്പോൾ ACP സംഘം മൊത്തത്തിൽ അങ്ങോട്ടും അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് അയാളിങ്ങനെ ബാക്കിയുള്ള പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട്, മൊത്തത്തിൽ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊക്കെ കിട്ടുന്നോ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ ഒന്നാകെ ആ ഒരു ഗ്രൗണ്ട് മൊത്തം അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരന് അവിടെ അമൃതേടത്തിനെ കൊന്നിട്ടിരുന്ന ആ ഒരു ഭാഗത്തുള്ള ആ ബ്ലഡ് അങ്ങ് കാണാണ്. അപ്പോൾ ഈ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ACPനെ അങ്ങ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഇവിടെ വാ, ഇവിടെ ഒരു കുറച്ച് ബ്ലഡൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ACP നേരെ തന്നെ അവിടെ ഒന്ന് ചെല്ലുന്ന നോക്കുമ്പോൾ ഒരുപാട് ബ്ലഡൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പറയുന്നുണ്ട്, എന്നാൽ എത്രയും പെട്ടെന്ന് ഫോറൻസിക്കിനെ റിപ്പോർട്ട് ചെയ്യുക, ഇതിനടുത്ത് അപകടം പറ്റിയിട്ടുള്ള വേറെ ആരെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ ചുറ്റും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നൊക്കെ ബാക്കിയുള്ള പോലീസുകാരോടോ എല്ലാവരോടും അങ്ങ് പറയാണ്. അപ്പോൾ ഒരു ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ പുല്ലിൻ്റെ മൈതാനം മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇയാൾ ആ പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ച് അങ്ങ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരങ്ങ് കാണുന്നൊന്നുമില്ല, അവരന്ന് മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബെഞ്ചമിന് നമ്മുടെ ശ്യാമനെ എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. ശ്യാമ ആകെ വേറൊരു കോലത്തിലൊക്കെ ആയിട്ടുണ്ട്. അവളുടെ മുടിയൊക്കെ മുറിച്ച് മാറ്റുകയാണ്. ആ മുടിയൊക്കെ മുറിച്ച് ആകെ ഒരു ഭ്രാന്തൻ രൂപത്തിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ ആൾമാറാട്ടത്തിനുള്ള ഒരു വഴി ഒരുക്കുകയാണ് ഈ ബെഞ്ചമിനും കൂട്ടാളികളും ചെയ്യുന്നത്. എന്നിട്ട് ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഇനി ഇവരുടെ ഈ ശ്യാമയുടെ ഏറ്റവും വലിയ ആരാധികമാർ പോലും ഇവരെ തിരിച്ചറിയുന്ന തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് അങ്ങനെ അട്ടഹസിച്ച് അങ്ങ് ചിരിക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഒരു ബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ വേറെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിൽ അങ്ങ് ആക്കി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ലോകത്ത് ഇനി ജീവിക്കണ്ട എന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പോൾ ശ്യാമയുടെ നിൽപ്പന്നെ. അപ്പോൾ അവരിങ്ങനെ ഒരു ഭ്രാന്തിനെ പോലെ അങ്ങ് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ബെഞ്ചമിനും ആ കൂട്ടാളികളും ഈ ശ്യാമനെയും കൊണ്ട് കാറിൽ ഇരുത്തിയിട്ട് വേറൊരിടത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട്, ആ ഞങ്ങൾ വൈകിട്ടാകുമ്പോഴത്തേന് അവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എവിടേക്കോ അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഈ ബെഞ്ചമിന് ഫോണൊക്കെ ചെയ്ത് അങ്ങനെ കട്ടാക്കിയതിന് ശേഷം ആ ഡ്രൈവറോട് ഒന്ന് പെട്ടെന്ന് അങ്ങ് പോടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളോടൊക്കെ ഇങ്ങനെ ശകാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാര്യമായിട്ട് ഈ ശ്യാമനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അവർ അമൃതേടത്തിയുടെ കഴുത്തിന് ഒരു മാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിന് മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രാധിക ഇങ്ങനെ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ആ മരണത്തിൻ്റെ ആ ഒരു സമയത്ത് അമൃതേടത്തി വെള്ളം ചോദിച്ചതും അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും ആ മരണ സമയത്തുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ഇവളിങ്ങനെ ഓർത്തിങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ഈ ദേവന് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ മരണാസന്നമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി നമുക്ക് ചെയ്യാനുള്ള ഒന്നുമില്ല, ഇനി എല്ലാം നിയമത്തിൻ്റെ മുന്നിലാണ്, ഇനി ചെയ്യാനുള്ളതൊക്കെ നിയമത്തിൻ്റെ മുന്നിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്,
ദൈവങ്ങൾ പോലും കണ്ണടച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. അവിടെ പിന്നെ എങ്ങനെയാണ് നിയമത്തിൻ്റെ കണ്ണ് തുറക്കാമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം അത്രയും കേസ് അന്വേഷിച്ച് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം കഴിഞ്ഞ് അത്രയും വലിയ കേസ് അന്വേഷണമൊക്കെ നടന്നിട്ടും ഇതുവരെ ആയിട്ട് ആ ഒരു കൊല ചെയ്ത ആളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണാകോ ഇനി ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെയാണ് ജയഭാരതി മുത്തശ്ശി അങ്ങ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വരുണും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അമൃതേടത്തി എന്ന് പറയുന്നത് ഈ ശ്യാമമ്മയുടെ അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയിരുന്നു. അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാനും രാധിക ഒരു ദിവസം ചോദിച്ചു പോലും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും അനിയത്തിയും ഏട്ടത്തിയും പോലെ ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു പിണക്കല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമൃതേടത്തി പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ശ്യാമനെ കാണുന്നത് ഒരിക്കലും എൻ്റെ ഒരു അനിയത്തി മാത്രമായിട്ടല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു പാട്ടുകാരിയും ആയിട്ടാണ്. അതുപോലെ തന്നെ അത് ദൈവത്തിന് തുല്യമായിട്ടാണ് ഞാൻ ഈ ശ്യാമനെ കാണുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത്രയും അവർ രണ്ടുപേരും പരസ്പരം അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഇങ്ങനെ മരിച്ചു പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ യശോദയും പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ അമൃതയെടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ശ്യാമക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ അത് തന്നെ അറം പറ്റിപ്പോയി, ഇതുപോലെ തന്നെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവൻ ഇങ്ങനെ പറയുന്നുണ്ട്, രാധിക മോളെ, ഇനി നിന്നോട് എനിക്ക് ആകെ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. മറ്റൊരു കാര്യത്തിൽ നിനക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം മാത്രമേ കുറച്ചൊരു സമാധാനം തരാൻ കഴിയുള്ളൂ. ഈ ഒരു സമയമൊക്കെ കാലം മായ്ക്കും നിൻ്റെ ഈ വേദനയൊക്കെ. ഈ ഒരു സമയം കടന്നു പോകുന്നു. ഇപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ എഴുതി വെച്ചതൊന്നും വെറുതെ ആയിരിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിയണമെങ്കിൽ കാലത്തിന് മാത്രമേ ഈ ഒരു ദുഃഖങ്ങൾ എല്ലാം മായ്ച്ച് കളയാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നിനും നമുക്ക് ഇതിനൊന്നും കഴിയില്ല. ഇനി നിയമത്തിൻ്റെ മുന്നിൽ അവർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നടക്കാൻ പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ രാധികനോട് പറയുകയാണ്. ഇനിയുള്ള സമയം കഴിഞ്ഞു പോകുന്ന സമയം തോറും നിൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് ദേവൻ എന്തായാലും ഈ രാധികനോട് അങ്ങ് പറയുന്നത്. അവൻ വരുණ ഇങ്ങനെ നേരെ ഈ രാധികയുടെ അടുത്ത് വന്ന് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് രാധികനോട് ഇങ്ങനെ പറയുന്നുണ്ട്, രാധിക, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും സംഭവിച്ചിട്ടും ഈ നിയമത്തിൻ്റെ മുന്നിൽ ഒന്നും നടന്നിട്ടില്ല. അവരെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അമൃതയുടെ അവസാനമായിട്ട് മരിക്കുന്നതിൻ്റെ മുന്നേ പറഞ്ഞ ഏക പേര് എന്ന് പറയുന്നത് ബെഞ്ചമിനാണ്. അപ്പം ബെഞ്ചമിനായിരിക്കും അവരെ കൊന്നത്. ഏടത്തിനെ കൊന്നതിൻ്റെ പിന്നിലും അതുപോലെ അമ്മയുടെ തിരോധാനത്തിൻ്റെ പിന്നിലും ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് ആ ബെഞ്ചമിനാണ്. ആ ബെഞ്ചമിനെ നിയോഗിച്ചത് ഈ സേറയും ചന്ദ്രശേഖരനും മാത്രമായിരിക്കും എന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലും ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും. വരും, നമുക്ക് അവരെ വെറുതെ വിട്ടുകൂടാ, അവരെന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെയാണെങ്കിൽ ഈ കണിമംഗലം ഓഫീസിലാണ് ഈ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാലും ഞാൻ അവരെ കൊന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നിന്ന് അങ്ങ് ഇട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു ജീവനും കൊണ്ട് അവർ ആറ്റുവാശ്ശേരി വരെ എത്തി. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരോടുള്ള ഈ പരസ്പര സ്നേഹമാണ് എനിക്കൊരു അത്ഭുതം തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഈ അമൃതയെടുത്തി അവിടെ ആറ്റുവാശ്ശേരിയിൽ എത്തിയതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ സേറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സേറ പറയുന്നുണ്ട്, അവരെ ബന്ധുക്കൾക്ക് എന്തായാലും ആശ്വസിക്കാമല്ലോ, ഒരു ധീര മരണമാണ് എന്നെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആശ്വസിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ACPയും സംഘവും അതുപോലെ തന്നെ കൂടെ വരുണും രാധികയും ഒക്കെ ഉണ്ട്. അവർ അങ്ങനെ ഈ ഡോറിൻ്റെ അടുത്ത് അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ നേരെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ACPയും വരുണും രാധികയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ ചെറുതായിട്ടൊന്ന് പരുങ്ങാണ്, എന്താണ് ഇവരിപ്പോൾ ഇങ്ങോട്ട് എന്നുള്ള മട്ടിലാണ് ഇവരങ്ങ് നോക്കുന്നത്. അപ്പോൾ ACPയും സംഘവും നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. എന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രശേഖരനോട് സാറിനോടും കൂടിയിട്ട് അങ്ങ് പറയുകയാണ്, ഇവിടെ അടുത്തൊരു സ്ത്രീ മരിച്ചിരുന്നു 2 ദിവസം മുന്നേ, അത് ഒരു കൊലപാതകം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, ഓ ഇപ്പോഴത്തെ നാട്ടിൽ ഫുള്ള് കൊലപാതകങ്ങളും മരണങ്ങളും മാത്രമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ACP അറിയുന്നുണ്ട്, ആ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സർ ഞാൻ എന്ത് പറയാനാണ്, ഈ കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞാൻ എങ്ങനെ പറയാനാണ്, എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, ഈ സാറിൻ്റെ ഈ ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ എൻ്റെ ചോദ്യമല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു വരവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ വാക്കും കേട്ടിട്ട് ഇങ്ങോട്ട് എന്തിനാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആളെന്ന് പറയുന്നത് ബെഞ്ചമിനാണ് എന്നൊക്കെ പറയാണ്. ബെഞ്ചമിൻ നിങ്ങളുടെ സഹോദരനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സേറ പറയുന്നുണ്ട്, ശരിയാണ്, ബെഞ്ചമിൻ എൻ്റെ അകന്ന ഒരു ബന്ധുവാണ്, സഹോദരൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ACP അവരോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരനാണ്
ചന്ദ്രശേഖരൻ്റെ ഏറ്റവും അടുത്ത മിത്രം കൂടിയാണ്, എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അവനാണ് ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ. അപ്പോൾ അവനെ നിയോഗിച്ചത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, അല്ല സർ, നിങ്ങൾ ഇവർ പറഞ്ഞ വാക്ക് കേട്ടിട്ടായിരിക്കും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബെഞ്ചമിൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, ഒരു സഹോദരനെ പോലെ തന്നെയാണ്, സഹോദരനാണ് എന്ന് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഇവനുമായിട്ടുള്ള ഒരു ബന്ധം മറച്ചു വെക്കാതെ തുറന്ന് പറഞ്ഞത് എൻ്റെ മാന്യത കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവൻ എൻ്റെ സഹോദരനാണ് എന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട് ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരാൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ അവർ ഞങ്ങളുടെ പേര് വെറുതെ ഇതിലേക്ക് വലിച്ചേക്കാണ്. ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾ കൈ വിലങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈയും വേണമെങ്കിൽ നീട്ടി തന്നെ തരാം. നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് 1 മണിക്കൂറിന് മുന്നിൽ ഞങ്ങൾക്കെതിരെ ഒരു തെളിവുമില്ല എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തെളിവില്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയാസിൻ്റെ മുന്നിൽ വിളിച്ചു പറയേണ്ടി വരും അറസ്റ്റ് ചെയ്തത് നിരപരാധിയായ 2 പേരെയാണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ ജോലി തന്നെ പോകും, നിങ്ങളുടെ തൊപ്പി തെറിക്കും. നിരപരാധിയായ ആളുകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാണോ? ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുണ്ട് എന്നുള്ള കാര്യം എന്തായാലും സേറ ഇങ്ങനെ പറയാണ്. മാത്രമല്ല സേറ പറയുന്നുണ്ട്, ഇവർക്കെന്ന് പറയുന്നത് ഞങ്ങളോട് പൂർവ്വ വൈരാഗ്യം എന്താണെന്ന് വെച്ചാൽ കണിമംഗലം എന്ന് പറഞ്ഞത് അത്രയും കടം ബാധിച്ച് അവർ വീട് മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവർ പുറത്തായി ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു അവസരത്തിൽ ഞാൻ ചന്ദ്രശേഖരനോട് വീട് വിട്ട് ഇറങ്ങണ്ട, ഈ വീട് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ആ കണിമംഗലം തിരിച്ച് അവർക്ക് പിടിച്ചു കൊടുത്തത്. അതിനുള്ള എല്ലാ സഹായവും ഞാനാണ് ചെയ്തത്. അതിൻ്റെ ഒരു അസൂയാണ് ഇവർക്ക് 2 പേർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നുള്ള കാര്യം അങ്ങനെ പറയാണ്. എന്നിട്ട് സേറ പറയുന്നുണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, ഞങ്ങൾ ഒരു വിലക്കും പറയ പോലും ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വരാം. പക്ഷേ തെളിവില്ലാത്ത ഒരു അറസ്റ്റ് ആയിരിക്കും ഇത് എന്നുള്ള കാര്യം ഈ ACP അങ്ങ് ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ ACP ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് നേരെ വരുണിനോട് രാധികനോട് പറയുന്നുണ്ട്, വരുൺ, രാധിക, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ കേസിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കെതിരെയൊക്കെ തെളിവുമായിട്ട് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ സാറിനോട് ഈ ചന്ദ്രശേഖരനോടും കൂടിയിട്ട് ACP അങ്ങ് പറയുന്നുണ്ട്. വരുൺ ആ സമയത്തൊക്കെ പറയുന്നുണ്ട്, സർ, ബെഞ്ചമിൻ ഇവരുടെ അടുത്ത ആളാണ്, ഈ ബെഞ്ചമിനെയാണ് ഇവർ കണിമംഗലത്തേക്ക് കൊണ്ടുവന്നത്, ഇവരുടെ പിന്നിലുള്ള കളികളായിരുന്നു. എന്നിട്ട് ഇവർ ഓരോ കളികളൊക്കെ കളിച്ചിട്ടാണ് ഈ കണിമംഗലം ഗ്രൂപ്പ് തന്നെ ഇവർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ ഇവർ ചെയ്തതാണ്. അതുകൊണ്ട് ഇവർ തന്നെ ആയിരിക്കും എന്നൊക്കെ വീണ്ടും ഇവനിങ്ങനെ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, അത് പിന്നെ തെളിവുകളില്ലല്ലോ, നമുക്ക് ഈ കേസ് അന്വേഷിച്ച് അവസാനത്തിൽ എന്തായാലും ഇവർക്കെതിരെ ഒരു തെളിവുണ്ടാകും, നമുക്ക് ആ തെളിവുമായിട്ട് വരാം, ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസും ടീമും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പക്ഷേ വീണ്ടും ഈ വരുണും രാധിക അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് പറയുന്നത് ഇവർ ഒറ്റൊരാൾ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് അവരൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ ചന്ദ്രശേഖരൻ്റെയും സേറയുടെ മുഖത്ത് ഒരു നല്ല പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഇവർ വീണ്ടും നിരാശയായി പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ സേറ അവരങ്ങ് വിളിക്കാനും, അതേ ഒന്ന് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നിട്ട് ഇവരോട് വീണ്ടും അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാനും, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഞങ്ങളെ ഈ കേസിലേക്ക് വലിച്ചിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരോട് അങ്ങ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കാണ്. സേറയുടെ സംസാരമൊക്കെ ഈ രാധികനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അവസാനം ഈ രാധിക സഹി കേട്ടിട്ട് ഈ സേറയുടെ കഴുത്തിന് പിടിച്ചങ്ങ് ഞെരുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എവിടെയെന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഴുത്തങ്ങ് പിടിച്ച് നെരുക്കുന്ന സമയത്ത് ചന്ദ്രശേഖരന് പെട്ടെന്ന് തന്നെ അവരങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, അവളെ അങ്ങ് തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന ഈ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, തൊട്ടു പോകരുത് അവളെ, കുറച്ച് അകലത്തിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സേറയുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ ചന്ദ്രശേഖരനോട് തൊട്ട് പിറകിലേക്ക് അങ്ങ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വരുൺ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വരുണിൻ്റെ ഭീഷണിയിൽ ഈ ചന്ദ്രശേഖരൻ ഒന്ന് പതർന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് മുഴുവനും രാധിക എന്തായാലും അവരുടെ കഴുത്തിൽ നിന്ന് പിടിവിടുന്നില്ല, മുറുക്കി തന്നെ പിടിക്കണം. ആ കഴുത്ത് അങ്ങ് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സേറയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കഴുത്ത് വിടാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധിക ഒരുപാട് നേരം തന്നെ ഈ കഴുത്ത് അങ്ങ് ഞെരിച്ച് അങ്ങ് കളയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനത്തിൽ ഇവളെ അങ്ങ് ഈ സേറ തള്ളി മാറ്റുന്നുണ്ട്. അവസാനം ഈ സേറയുടെ കഴുത്തൊക്കെ ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ അവൾ നന്നായിട്ട് അങ്ങ് ചുമക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, അവസാനം നിങ്ങൾക്കെതിരെയൊക്കെ തെളിവും കൊണ്ട് ഞങ്ങൾ വന്നിരിക്കും, അന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുമായിട്ട് ായിരിക്കും വരുന്നത്, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധികം വരണം കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബെഞ്ചമിനും കൂട്ടാളികളും കൊണ്ട് ഈ ശ്യാമനെ ഒരാളുടെ അടുത്ത്, ഒരു സന്യാസിയെ പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ആളോട് പേരൊക്കെ മാറ്റി പറയുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവർ പേരും എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി ആൾമാറാട്ടം തന്നെ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ സാർ എങ്ങനെ ബെഞ്ചമിനോട് തമാശയിൽ പറയുന്നുണ്ട്, അവർക്ക് ശ്യാമക്ക് പറ്റിയ പേര് തന്നെയാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ശ്യാമിന് ആൾമാറാട്ടം നടത്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.